2 രൂപന്റെ കോപ്പിക്കോ മുട്ടായി വാങ്ങി തരാത്തവന്മാർക്ക് 400-500 രൂപ കൊടുത്ത് ഡയറി മിൽക്ക് വാങ്ങും. എന്ത് ചോദിച്ചാൽ ഇത് വാലന്റൈൻ വീക്ക്. ഇത് പറയുന്ന മുമ്പ് വാലന്റൈൻസ് ഡേ എങ്ങനെയുണ്ടായെന്ന് പറയണം. തുടക്കം തൊട്ട് പറയണം. പണ്ട് റോമ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ക്ലോസിയസ്. അദ്ദേഹത്തിന്റെ സൈനികരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ചെറുപ്പക്കാരായ യുവാക്കളായിരുന്നു. പക്ഷെ ഇവരാരും തന്നെ തന്റെ ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുന്നത്ര ആത്മാർത്ഥതയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സൈന്യത്തിൽ ചേരാൻ പോലും ചെറുപ്പക്കാരൊക്കെ മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണിത് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവരിൽ പലരും വിവാഹം കഴിച്ചവരും പകുതി പേരൊക്കെ പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇതോടുകൂടി രാജാവ് ഒരു റൂൾ കൊണ്ടുവന്നു. ഇനി ചെറുപ്പക്കാരായ യുവാക്കൾ ആരും വിവാഹം കഴിക്കാൻ പാടില്ല. പ്രണയിച്ചിരുന്ന ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ വലിയൊരു പ്രശ്നമായി ഇത് മാറി. മെയിൻ ക്യാരക്ടറിന്റെ എൻട്രി വാലന്റൈൻ. ക്രിസ്ത്യൻ പുരോഹിതനായിരുന്ന വാലന്റൈൻ തന്റെ ഇൻഫ്ലുവൻസ് വെച്ച് പ്രണയിതാക്കളെയൊക്കെ കല്യാണം കഴിച്ചു വെക്കും, അവരെ സേഫ് ആയ ഒരു സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ദിവസം കണ്ടെത്തുകയും വാലന്റൈൻ പിടിക്കപ്പെടുകയും രാജാവ് വാലന്റൈനെ വധിക്കുകയും ചെയ്തു. ആ ദിവസമാണ് ഇവന്മാര് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. ഒരു മര്യാദ വേണ്ടടാ. എന്തായാലും നിനക്ക് വേണ്ടി ജീവൻ തന്ന ഒരാളല്ലടാ അത്. പക്ഷെ ഇത് മാത്രമല്ല, പണ്ട് റോമിൽ ലൂപ്പർക്കാലിയ എന്നൊരു ആഘോഷം ഉണ്ടായിരുന്നു. ഈ ആഘോഷം 13, 14, 15 തീയതികളിലായിരുന്നു നടന്നിരുന്നത്. ഫെബ്രുവരി 14 വാലന്റൈൻ മരണപ്പെട്ടതും വാലന്റൈൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ടും ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻ ഡേ ആയി ക്രിസ്ത്യൻ സഭ പ്രഖ്യാപിച്ചു. തുടക്കത്തിലൊക്കെ ഇത് ഒരാളുടെ ഓർമ്മ ദിവസം മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് പ്രണയത്തിന് വേണ്ടി ജീവൻ നൽകിയ ഇദ്ദേഹത്തെ കുറിച്ച് പല കവികളും വർണ്ണിച്ചെഴുതാൻ തുടങ്ങി. പ്രണയത്തിന് വേണ്ടി ജീവൻ നൽകിയ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ആ മാസത്തിൽ പലരും താൻ സ്നേഹിക്കുന്ന ആൾക്ക് വിവിധ തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ലെറ്റർ, റോസ് എന്നൊരു മാത്രമായിരുന്നു ഇത് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കച്ചവടക്കാർ ഇതിനിടയിൽ വന്നതോടുകൂടി ഈ ദിവസങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഇപ്പൊ ടെഡിയുടെ ഒരു കരടിന് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അറിയും, അത് കടിച്ച് തൊണ്ടനേക്ക് എടുത്ത് അറിയും. അങ്ങനെയുള്ളപ്പോ കരടി ബൊമ്മ ക്യൂട്ടാക്കി കരടി ബൊമ്മ ഉണ്ടാക്കിയിരിക്കും. ടെഡി ബെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയി മെറ്റീരിയൽ ഹഗ് ചെയ്യുന്ന മോഡലാണ്. ഹഗ് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോക്സിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. ഇത് ആരാണ് നമ്മൾ ഹഗ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മേലെ കുറച്ച് വിശ്വാസം വരികയും ഒരു സേഫ്റ്റി ഫീലിങ്സ് ഒക്കെ തോന്നും. അതുപോലെ തന്നെ ഈ ടെഡി ബെയറിനെ ഹഗ് ചെയ്യുമ്പോഴും ഇതേ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. ഇത് മാത്രമല്ല, ആരാണോ ഈ ടെഡി ബെയർ തന്നത് അയാളെ നമ്മൾ ഈ സ്ഥാനത്ത് സങ്കല്പിക്കുകയും ചെയ്യും. അത്ര ആക്ച്വലി ഇത് വർക്കായി. അപ്പൊ ചോക്ലേറ്റ് ഡേ എങ്ങനെയുണ്ടായി? ഈ വർഷം ചോക്ലേറ്റ് ഡേക്ക് എന്ത് വാങ്ങിക്കൊടുത്തു? ഡയറി മിൽക്ക്. പോയ വർഷം ഡയറി മിൽക്ക്, അതിന് മുമ്പത്തെ വർഷം ഡയറി മിൽക്ക്. അങ്ങനെ ഇന്ത്യയിൽ എവിടെയൊക്കെ ചുറ്റി വന്നാലും അവസാനം ഡയറി മിൽക്കിന്റെ പിന്നാലെ തന്നെ നമ്മൾ പോയി നിൽക്കും. അതേപോലെ ചോക്ലേറ്റ് ഡേയും ഏതോ ചോക്ലേറ്റ് കമ്പനി ഉണ്ടാക്കി തന്നെ. പക്ഷെ ക്ലിയർ ആയ ഒരു ആൻസർ ഉണ്ട്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. ഇത് നമ്മൾ പ്രേമിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ല ഒരു ഹാപ്പിനെസ് ഫീൽ. ആ സെയിം ഫീലിങ്സ് ഈ ചോക്ലേറ്റ് 2-3 കഴിച്ച് ഉണ്ടാകും. പക്ഷെ ആരാണോ ഈ ചോക്ലേറ്റ് നമുക്ക് തരുന്നത് അയാളാണ് നമുക്ക് ഈ ഫീലിങ്സ് തരുന്നതായി നമ്മളെ മനസ്സ് തെറ്റിദ്ധരിക്കും. അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാം. എല്ലാം മൈക്കോ. ആക്ച്വലി 16 വയസ്സിന്റെ ഒക്കെ തുടക്കത്തിലാണ് ആദ്യമായിട്ടൊരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക. ഫേസ്റ്റ് ലവ്, ബാക്കി എല്ലാമേ നമ്മൾ ചൂസ് ചെയ്തിരിക്കും. മോൻ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു പ്രത്യേക തരം ഫീലിംഗ് ഒരു 16 വയസ്സിലൊക്കെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് 16 വയസ്സുള്ള മക്കളുള്ള അച്ഛനമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഇനി ഒരാഴ്ചത്തേക്ക് മുമ്പ് സ്റ്റാമ്പ് ഫീസ്, സ്കൂൾ ഫീസ്, ബസ് ഫീസ് കണ്ടൊക്കെ ചോദിക്കും. 15-ാം തീയതി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിട്ടാ. അങ്ങനെ ഇപ്പൊ അവർ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. സ്നേഹ ഗീ.